ഈ കലോത്സവ വേദികളിൽ സജീവമായി ചാനലുകൾക്ക് മുന്നിലൊക്കെ സജീവമായി നിൽക്കുന്ന പലരും പിന്നീട് എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മുടെ അശ്വതി സതീഷ്, നമ്മുടെ കലോത്സവ കൂട്ടായ്മയിൽ ഒരുമിച്ച് വന്ന അശ്വതി ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ തൃശ്ശൂരിനടുത്ത് തന്നെ ശ്രീ രാമവർമ്മ ഗവൺമെൻറ് മ്യൂസിക് കോളേജിലാണ്. ആ കോളേജിൽ അങ്ങനെ കുറച്ച് കലാകാരന്മാർ പണ്ട് കലോത്സവ വേദികളിൽ സജീവമായിരുന്നവർ കൂടിച്ചേർന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് കണ്ട ശേഷം തിരിച്ചെത്തുമ്പോൾ ഇവിടെ സംഘനൃത്തം കളർഫുള്ളായി ഉണ്ടാകും. ഓക്കെ, ശരി. അപ്പോൾ റിപ്പോർട്ടിലേക്ക്. എനിക്ക് ചുറ്റും ഇരിക്കുന്നത് നിറയെ പാട്ടുകാരാണ് കേട്ടോ. ഇതിൽ പാട്ടറിയാത്തത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രായപരിധി ഇല്ലാതെ പാട്ട് പഠിപ്പിക്കുന്ന ഒരു കോളേജുണ്ട്. ആ കോളേജിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ആദ്യം തന്നെ ഇവരുടെ പാട്ട് കണ്ടുവരാം. ഗോപാല നേനെന്തു പോജാല നീ വിന്ദുരാര സദമല മതിരോ മുദമലരകന കെതുരുഗ കനിയരരാര വേണു ഗോപാല രാജിത സഗുണ ജയശീല. വീശുന്ന കാറ്റിനു പോലും ഇവരുടെ താളം. ഇന്നലകളിലെ കലോത്സവ വേദികളിൽ സജീവമായ മുഖങ്ങളാണ്. ഇവരെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയവരും കലോത്സവ വേദികളെ പിടിച്ചിരുത്തിയവരാണ്. എൻ്റെ പേര് മഞ്ജുഷ. ഞാൻ 1995 മുതൽ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്തു വരുന്നുണ്ട്. 2002 ഞാൻ ജംഷഡ്പൂരിലെ നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് തേർഡ് വീണയിൽ നേടിയിട്ടുണ്ട്. ഞാൻ വീണ വിഭാഗം ലെക്ചറായിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ വിദ്യ വോക്കൽ വിഭാഗത്തിലാണ്. ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ കൂടുതലും അക്ഷരശ്ലോകം, കാവ്യകളി, പാഠകം, കവിത, ക്ലാസിക്കൽ മ്യൂസിക്. എൻ്റെ പേര് ഡോക്ടർ ദീപ്ന അരവിന്ദ്, ലെക്ചറർ ഇൻ വോക്കൽ. അന്ന് നമുക്ക് ലിമിറ്റ് ഇല്ലായിരുന്നു ഐറ്റത്തിൽ. 3 ഇൻഡിവിജ്വൽ ഇനം, 2 ഗ്രൂപ്പ് എന്നുള്ള ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഇനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് രശ്മി. ഞാനും 95 മുതൽ ഒക്കെ നമ്മുടെ കോമ്പറ്റീഷൻ ഐറ്റംസ് ടീച്ചർ പറഞ്ഞ പോലെ ലിമിറ്റേഷൻസ് ഇല്ലാത്തത് കാരണം കുറേ ഐറ്റംസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് മ്യൂസിക്, അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്, അതേപോലെ ഡാൻസ് ഐറ്റംസ്, തിരുവാതിരക്കളി, ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റത്തിൽ കോമ്പറ്റീഷന് പ്രൈസും കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ സ്കൂളിൽ എനിക്ക് ഓർമ്മയിൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിനായിരുന്നു ഓവറോൾ ട്രോഫി. പണ്ട് ഗുരുവും ശിഷ്യനും, ഇന്ന് സഹപ്രവർത്തകർ. സ്പെഷ്യൽ ഓഫീസർ അനുപമയ്ക്കൊപ്പം അവർ ശാസ്ത്രീയ സംഗീതം ആലപിക്കുകയാണ്. നമോസ്തുതേ പരദേവതേ ശ്രീപതി ഗൗരി പതി ഗുരു ഗുഹ വിനുദേ വിധിയുവതേ ശ്രീ സരസ്വതി. ഇനി ഒരല്പം ചരിത്രമാകാം. SRV പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 1910 ശ്രീരാമവർമ്മ മഹാരാജാവ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് രാജകൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു സ്കൂളായിരുന്നു SRV. ശരിക്ക് ഫൈൻ ആർട്സിന് വേണ്ടിയിട്ട് തൃപ്പൂണിത്തറ RLVയും സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് SRV ആയിരുന്നു രാമവർമ്മ മഹാരാജാവ് സ്റ്റാർട്ട് ചെയ്തത്. 1910 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് പിന്നീട് അത് പബ്ലിക്കായിട്ട് പൊതുജനങ്ങൾക്കായിട്ട് കൊടുത്തു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതായത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാലയം, സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാലയം, ഒരു 4 വർഷത്തെ കോഴ്സ്, അങ്ങനെയായിട്ടായിരുന്നു ഈ സ്ഥാപനം തുടങ്ങിയത്. സ്കൂൾ കാലത്ത് മാറ്റുരച്ച മിന്നും താരങ്ങളാണ് സംഗീതത്തിന്റെ ആഴങ്ങൾ തേടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ തലമുറകൾ കൈമാറുന്ന കല. ഗ്രേസ് മാർക്കിനും സമ്മാനങ്ങൾക്കും അപ്പുറം കലയെ എങ്ങനെ ജീവിതത്തിന്റെ ഭാഗമാക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കലാലയം. ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം അശ്വതി സതീഷ്, ജനം.